നമസ്കാരം. ഇളനീർ സാധാരണയായി നമ്മൾ കുടിക്കുന്ന ഒന്നാണ് ഇളനീർ. എന്നാൽ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഇളനീരിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞിരിക്കുന്നു. സാധാരണ പഴച്ചാറുകളേക്കാൾ നല്ലത് പ്രകൃതിദത്തമായ ഇളനീർ തന്നെയാണ്. പാക്കറ്റുകളിലും മറ്റും പ്രിസർവേറ്റീവ്സ് ചേർന്ന് വരുന്ന ഇളനീരല്ല കുടിക്കേണ്ടത്. ഇളനീരിൽ പഞ്ചസാരയുടെയും കലോറിയുടെയും അളവ് കുറഞ്ഞ തോതിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ വിറ്റാമിനുകൾ, ധാതുക്കൾ, ഇലക്ട്രോലൈറ്റുകൾ എന്നിവ സമൃദ്ധമായി ഇളനീരിലുണ്ട്. പ്രത്യേകിച്ച് വിറ്റാമിൻ സി, പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയെല്ലാം ഇതിലുണ്ട്. ഇപ്പോൾ പ്രായമായവരിൽ കണ്ടുവരുന്ന പൊട്ടാസ്യം കുറവ് പരിഹരിക്കാൻ ഇളനീർ പതിവാക്കുന്നത് ഗുണം ചെയ്യും. കൂടാതെ ഇളനീർ പതിവാക്കുന്നത് വൃക്കയിലെ കല്ലുകളെ അകറ്റുകയും വരാതെ തടയുകയും ചെയ്യുന്നു. കൂടാതെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് ഇളനീരിലെ പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ സഹായിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്കും ഇതിലെ ഇലക്ട്രോലൈറ്റുകളും എൻസൈമുകളും വളരെ നല്ലതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വയറിളക്കത്തിനും ഇളനീർ നല്ലതാണ്. ഗർഭിണികൾക്ക് ഏറ്റവും ഉത്തമമായ പാനീയമാണ് ഇളനീർ. ഗർഭകാലത്തുണ്ടാകുന്ന ക്ഷീണം, നെഞ്ചെരിച്ചിൽ, മലബന്ധം എന്നിവ ഇല്ലാതാക്കാൻ ഇളനീർ കുടിക്കുന്നത് സഹായിക്കും. ഇന്ന് പാക്കറ്റുകളിൽ നിറച്ചു വരുന്ന പ്രിസർവേറ്റീവ്സ് ചേർന്ന ഇളനീർ ഒഴിവാക്കുക. ഇതിൽ കൃത്രിമ മധുരവും കേടാകാതിരിക്കാൻ പ്രിസർവേറ്റീവ്സുകൾ ചേർക്കുകയും ചെയ്യുന്നു. ഇത് ആരോഗ്യത്തിന് നല്ലതല്ല. ഫ്രഷ് ആയിട്ടുള്ള ഇളനീർ കുടിക്കുന്നതാണ് നല്ലത്. ഇളനീർ വെട്ടിയാൽ ഉടൻ കഴിക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിൽ വച്ച് കഴിക്കുന്നുവെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.